ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ പീഡാനുഭവ യാത്രയിൽ 10ാമത്തെ സ്ഥലവുമാണ്. 10ാം സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർന്ന വീഞ്ഞു കൊടുത്തു. അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4ആയി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് കൊടുക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാം എന്നവർ ആലോചിച്ചു. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അനർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ പീഡ അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തിരുവസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഒന്ന്, പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിൽ വെച്ച് ആദ്യമേ യേശുവിൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് യേശുവിനെ അവരെ ചുമന്ന മേലങ്കി ധരിപ്പിച്ച് മുൾക്കിരീടം ചാർത്തി യേശുവിനെ പരിഹസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗാഗുൽത്താ മലയിലെത്തിയപ്പോൾ യേശുവിൻ്റെ ആ വസ്ത്രം പരിപൂർണമായിട്ടും അവർ ഉരിഞ്ഞെടുക്കുകയാണ്. യേശുവിനെ പരിപൂർണ നഗ്നനാക്കി അപമാനിക്കുവാണ്. കാരണം മനുഷ്യകുലത്തിൻ്റെ പാപത്ത് പരിഹാരമായി അവിടുന്ന് ചെയ്യുകയാണ്. പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പാപം ചെയ്ത് നമ്മൾ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ അത്തിയിലകൾ കൂട്ടിത്തുന്നി അരക്കച്ചയുണ്ടാക്കി എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. എന്താണ് ഈ തോലുകൊണ്ടുള്ള ഉടയാട? നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ തിരുശരീരവും തിരുരക്തവും ദൈവത്തിൻ്റെ ബലി അർപ്പണമാണ്. നമ്മുടെ പാപം നിറഞ്ഞ മനുഷ്യനെ പരിപൂർണമായിട്ട് എടുത്തു മാറ്റി ദൈവത്തിൻ്റെ ശരീരം കൊണ്ട് ദൈവം നമ്മളെ ധരിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉടയാട, ആ ബലി അർപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഉടയാട നമ്മളെ ധരിപ്പിക്കുകയാണ്. രക്തത്തിൽ ഒട്ടിപ്പിടിച്ച് അവിടുത്തെ വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ദുസ്സഹമായ വേദനകളിലൂടെ കടന്നുപോയി. കാരണം ആ ഉടയാട വലിച്ച് ഉരുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ്. സകല സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്ന രീതിയിൽ ക്രിസ്തുവിനെ അവർ ഉടയാടകൾ പരിപൂർണമായി എടുത്തു മാറ്റപ്പെടുന്നുണ്ട്. ചൂഷണത്തിന് വിധേയമാകുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ സ്വാതന്ത്ര്യം, ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നത്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 22-ാം അധ്യായം 18-ാം തിരുവചനത്തിലും എൻ്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുത്തു, എൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാക്കുന്നതായിട്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായും വെളിപ്പെടുത്തുന്നുണ്ട്. ഓരോ വചനങ്ങളും ഈശോയിൽ മാംസം ധരിക്കുകയാണ്. ഓരോ വചനങ്ങളും ദൈവപുത്രനിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. മത്തായി സുവിശേഷം 27-ാം അധ്യായം 34-ാം വചനത്തിൽ കുരിശിൽ തറയ്ക്കപ്പെടുന്നതിന് മുമ്പ് യേശുവിന് അവർ കയ്പ് നിറഞ്ഞ വീഞ്ഞു കൊടുക്കുമ്പോൾ യേശു അത് നിഷേധിക്കുകയാണ്. കാരണം അവസാനത്തെ പാനപാത്രം പോലും വേദനയോടെ സഹിച്ച് ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നതിൽ ദൈവം അത്രയധികം തീക്ഷ്ണമതിയായിരുന്നു. വേദനകൾ സഹിക്കുന്നതിൽ ദൈവം മഹത്വപ്പെടുകയാണ്. ആ വീഞ്ഞ് അവിടുന്ന് സ്വീകരിക്കാത്തതിലൂടെ പീഡാനുഭവത്തിൻ്റെ തിക്ത അനുഭവങ്ങൾ മുഴുവൻ അവിടുന്ന് ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളും ഈ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കുകയാണെങ്കിൽ വിശുദ്ധ പൗലോസ്ലീഹ 1 കൊറിന്തോസ് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. 1 കൊറിന്തോസ് 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. നമ്മുടെ ഈ ശരീരത്തിൻ്റെ വിലയെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തുകയാണ്. കാരണം ഈ പീഡ സഹിക്കുമ്പോൾ
ദൈവത്തിൻ്റെ ശരീരത്തിൽ പീഡ സഹിക്കുകയാണ്. നമ്മുടെ ശരീരത്തെ, മനുഷ്യകുലത്തിൻ്റെ ശരീരത്തെ മുഴുവനും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കപ്പെടുവാൻ വേണ്ടി. കാരണം അത്രമാത്രം ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും നമ്മുടെ ശരീരത്തിന്മേൽ അവിടുന്ന് അയച്ചിട്ടുണ്ട്. ഇന്ന് ശരീരം മലിനമാക്കപ്പെടുന്ന അനേകം പാപങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വിശുദ്ധ വസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പലപ്പോഴും കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തി ധൂർത്തനാക്കി കളഞ്ഞിട്ട് തൻ്റെ പുത്രൻ തിരിച്ചു വരുമ്പോൾ നല്ല ഉടുപ്പുകൾ അണിയിച്ച് അവനെ സ്വീകരിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം വിശുദ്ധ വസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ധരിക്കുന്നതിനെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പല ഭാഗങ്ങളായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വസ്ത്രധാരണങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ ക്രിസ്തുവിനോട് യോജിച്ചതാകുവാനായിട്ടും ആ ഓരോ വസ്ത്രങ്ങളും പലപ്പോഴും വിശുദ്ധിക്കെതിരായി ചെയ്യുന്ന പാപങ്ങൾ, ആ ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മളിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ശുദ്ധതയ്ക്കെതിരായിട്ടുണ്ടാകുന്ന പാപങ്ങൾ നമ്മൾ വരുമ്പോഴും ദൈവം വളരെയേറെ വേദനിക്കുന്ന ഒരു സമയമാണ്. ഏതെല്ലാം തരത്തിൽ നമ്മൾ പാപത്തിൽ വീണാലും ക്രിസ്തുവിൻ്റെ ആ തിരുശരീരത്തിൽ നിന്ന് തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്ന ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നമ്മൾ വീണ്ടും ധരിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമുക്ക് പങ്കുകൊള്ളുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ 10-ാം സ്ഥലം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം.